അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, എനിക്കും സുഖമാണ് കേട്ടോ. ഇന്ന് വന്നിട്ടുള്ളത് 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടുമാങ്ങ അച്ചാർ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 4 മാങ്ങയാണ് കേട്ടോ. ഇത് ചെനച്ച മാങ്ങയും പച്ചമാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മാങ്ങ കട്ട് ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് കൊടുത്ത് തീ കുറച്ച് വെച്ച് വറുത്തെടുക്കുക. ചൂടാറിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കാം. മാങ്ങ നല്ല വെന്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഉലുവയും കടുകും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇറക്കി വെക്കാം. ഈ അച്ചാർ 2 ദിവസം കേടുവരാതെ ഇരിക്കട്ടോ. ഒരാഴ്ചയൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചൂടാക്കി വെച്ചാൽ മതി. ഇതിൻ്റെ രുചി കൊണ്ട് 1 ദിവസം കൊണ്ട് തന്നെ ചട്ടി കാലിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് വറവിട്ട് ഒഴിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിയതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മൂടി വെക്കുക. തുറന്ന് ഒന്നും കൂടി ഇളക്കി കൊടുത്താൽ നമ്മുടെ കടുമാങ്ങ അച്ചാർ റെഡി കേട്ടോ. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. ഈ ഒരു റെസിപ്പി ഉമ്മയുടെ അടുത്ത് നിന്നും പഠിച്ചതാണ്. ഇക്കാൻ്റെ ഉമ്മ ഇങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കാറ് കേട്ടോ. അച്ചാർ നമുക്ക് പലതരത്തിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് വിനീഗർ ഒഴിച്ചാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ്.